വിധി പെരുന്നാളപ്പെടുന്നു. അമ്മമാതാവിന്റെ ഈ അപേക്ഷ കത്ത് മാതാവിന്റെ ഉലകറിൽ വഴി ഈശോയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഇത് സ്മരണയാക്കി മാറ്റണമേ. പരിശുദ്ധ മാതാവേ, എന്റെ മകൾ മരിയയ്ക്ക് പഠിക്കാൻ പോകാൻ ഭയങ്കര മടിയും കൈകളിലെ നഖം കടിച്ച് തിന്നുകയും ആഹാരം കഴിക്കാത്ത അവസ്ഥയുമാണ്. ഈ അവസ്ഥകളെയും വലിയ മകളെയും മാതാവിന്റെ ഉലകങ്ങൾ വഴി പുത്രൻ തമ്പുരാന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. കുഞ്ഞിനെ പരിശുദ്ധമാകാൻ നിറയ്ക്കണമേ. കുഞ്ഞിന്റെ പനി ചുമയെടുത്ത് മാറ്റി സൗഖ്യം നൽകി അനുഗ്രഹിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. കൂടാതെ എന്റെ ശരീരം മുഴുവൻ ചൊരിഞ്ഞു ധരിക്കുന്ന അവസ്ഥയെ മാതാവിന്റെ ഹൃദയത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എനിക്ക് സൗഖ്യം നൽകി അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ വടക്കേ സൈഡിൽ നിൽക്കുന്ന മരങ്ങളിൽ കാക്ക കൂട് വെച്ച് ഭയങ്കര ശല്യമാണ്. ഈ അവസ്ഥകളെ പുത്രന്റെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ അന്ധകാര ശക്തികളിൽ നിന്നും അവരുടെ പ്രവർത്തനങ്ങളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാവരെയും അങ്ങയുടെ രക്തം കൊണ്ട് പൊഴിഞ്ഞ് സംരക്ഷിക്കണമെന്ന് അപേക്ഷിക്കുന്നു. സമർപ്പിക്കുന്നു. ഇത് സ്മരണയ്ക്കാക്കി മാറ്റണമേ. ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുന്നു. എന്റെ സ്കൂളിലെ അവസാന പരീക്ഷ മാർച്ച് 18-ാം തീയതി തുടങ്ങുകയാണ്. എനിക്ക് പരീക്ഷയിൽ നല്ല വിജയം കിട്ടുന്നതിനും എന്നെ പോലെയുള്ള എല്ലാ കുട്ടികൾക്കും നല്ല മാർക്ക് കിട്ടുന്നതിനും അമ്മ മാതാവും പുത്രൻ തമ്പുരാനും ഈ മരിയസന്റെ എല്ലാ ദൈവങ്ങളും പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഈ അപേക്ഷ അവരുടെ ഹൃദയപ്പടി ഇടയിൽ സമർപ്പിക്കുന്ന ഉപകാരങ്ങളാക്കി മാറ്റുന്നേ. ഞങ്ങളുടെ മകൻ ഫ്രാൻസിസിന് ജോലി തടസ്സമായി നിൽക്കുന്ന എല്ലാ അന്ധകാരശക്തികളെയും തുളച്ച് നീക്കി പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണമേ. എത്രയും വേഗം നല്ല ശമ്പളത്തോടു കൂടിയുള്ള ഒരു ജോലി നൽകി ഞങ്ങളുടെ മകൻ ഫ്രാൻസിസിനെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ പ്രഭാതികളിൽ നിന്നും എത്രയും വേഗം മോചിപ്പിക്കണമേ. ഫ്രാൻസിസിന്റെ വിവാഹം നിശ്ചയിച്ചിരിക്കുന്നു. മറ്റു തടസ്സങ്ങളൊന്നും ഇല്ലാതെ നടക്കുവാൻ നമ്മെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ഈ അപേക്ഷകളെല്ലാം സാധിച്ചു തരണമേ. ഞങ്ങളുടെ ഈ ആവശ്യങ്ങളെല്ലാം ഉപകാരമാക്കി മാറ്റണമേ എന്ന് അപേക്ഷിക്കുന്നു. സമർപ്പിക്കുന്നു. ഇത് ഭാഷണക്കാക്കി മാറ്റണമേ. ഞങ്ങളുടെയും ലോകം മുഴുവനുള്ള എല്ലാ മക്കളുടെയും മദ്യപാനം, പുകവലി, കടബാധ്യതകൾ, രോഗങ്ങൾക്ക് എല്ലാം മാറ്റി തരണമേ എന്ന് അപേക്ഷിക്കുന്നു. എന്റെ മകൾക്ക് സ്കാൻ ചെയ്തപ്പോൾ അണ്ടാശയത്തിൽ കൊഴുപ്പാണെന്ന് പറഞ്ഞു. മക്കൾ ഉണ്ടാകാൻ സാധ്യത കുറവാണ് എന്ന് പറഞ്ഞു. മരിയൻസാവിന്റെ കൂട്ടായ്മയിലെ മക്കൾ എല്ലാവരും എന്റെ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അതുപോലെ എന്റെ ചെറുമകൻ പഠിക്കുന്നതെല്ലാം മറന്നു പോകുന്നു. പഠിക്കാനുള്ള ബുദ്ധി കൊടുക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. എന്റെ കടം മാറി കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണം. എന്റെ ജീവിത പങ്കാളിക്ക് ജോലി ചെയ്യാനുള്ള മനസ്സ് കൊടുക്കുവാൻ പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്നു. റൂബി ബാബു പാറക്കുട്ടം. മരിയസനമ്മേ, അമ്മ തിരുക്കുമാരൻ നൽകുന്ന അനുഗ്രഹങ്ങൾക്ക് 1000 നന്ദി ഉദ്യാർപ്പിക്കുന്നു. എന്റെ മൂത്ത മകൻ വിജിലിന് കണ്ണിൽ താരനുണ്ടാകുന്ന അസുഖം വന്നു. പക്ഷെ എത്ര മരുന്ന് കഴിച്ചിട്ടും മാറുന്നില്ല. ആയതിനാൽ ഈ അസുഖം മാറുന്നതിനും എന്റെ വീട് പണി പൂർത്തിയാകുന്നതിനും ഞാനും എന്റെ കുടുംബവും പൂർണ്ണമായും ദൈവത്തെ അറിഞ്ഞ് ജീവിക്കുവാനും വേണ്ടി ഈ മരിയസയിൽ വരുന്ന ഓരോ ദൈവമക്കളും പ്രാർത്ഥിക്കണമേ എന്ന് ദൈവനാമത്തിൽ അപേക്ഷിച്ചു കൊള്ളുന്നു. സരസ്വതി അമ്മ മൂറനാട്. അമ്മമാതാവിന്റെയും എന്റെ മകളുടെയും പേരക്കുട്ടിയുടെയും എന്റെ സഹോദരങ്ങളുടെയും കുടുംബത്തിലുണ്ടാകുന്ന എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളെല്ലാം അമ്മ മാതാവിന്റെ മാധ്യസ്ഥതയിൽ തട്ടി നീക്കി തരണമേ. എന്റെ മകന്റെയും കുടുംബത്തിലുള്ള എല്ലാവരുടെയും മദ്യത്തോടുള്ള ആസക്തി കുറച്ചു കൊടുക്കണമേ. കുടുംബത്തിൽ എല്ലാവർക്കും സമാധാനം ചെയ്യണമേ. കുടുംബത്തിലെല്ലാവർക്കും കോപവും കലിയും അടക്കി ദുർചിന്തകളും ദുർനടപടികളും ഒഴിവാക്കി നല്ലവരായ കൂട്ടുകാരെ കണ്ടെത്തി കൊടുക്കുവാനുള്ള പ്രഭാവനം അമ്മ മാതാവിന്റെ മധ്യസ്ഥതയിൽ പുത്രനോട് അപേക്ഷിക്കണമേ. മാതാവേ, പുത്രന്റെ തിരുരക്തം കൊണ്ട് ഞങ്ങളെല്ലാവരെയും ശുദ്ധീകരിക്കണമേ. കുടുംബത്തിൽ എല്ലാവരും സമാധാനത്തിലേക്ക് വരണമേ. പ്രതികാര ചിന്ത എല്ലാവരിൽ നിന്നും അകറ്റി തരണമേ. ഞങ്ങളുടെ
സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നീക്കി തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മാതാവേ, അമ്മയുടെ ഗുരുതര വഴി സമർപ്പിക്കുന്ന ഈ അപേക്ഷ പുത്രൻ തമ്പുരാൻ ഇത് ഉപാസനയാക്കി മാറ്റണമേ. എനിക്ക് നടത്തിക്കുന്ന എല്ലാത്തിനും കോടാനുകോടി നന്ദി പറയുന്നു പറഞ്ഞുകൊണ്ട് നമ്മുടെ വീടിന്റെ പരിസരത്ത് സന്ധ്യയാകുമ്പോൾ കഞ്ചാവും ചാരായവും വിൽപ്പനയാണ്. ഇത് നമ്മുടെ അയൽവക്കത്തുള്ള ഒരാളാണ്. അയാളുടെ പേര് മോഹൻ എന്നാണ്. ഇതിലിവിടെയുള്ള കൊച്ചു കുഞ്ഞുങ്ങളെ വരെ അകപ്പെടുത്തുകയാണ്. ഒത്തിരി ആളുകൾ കൂടി കേസ് കൊടുത്തു, പക്ഷേ അതിൽ നിന്നും ഒന്നും നേടിയില്ല. കുഞ്ഞുങ്ങളുടെ അടുത്ത് വേണ്ടാത്ത കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് അവിടെ അടിയുണ്ടാക്കും. ഇതിന്റെ പേരിൽ മകൻ രാഹുൽ ഒരു വഴക്കായി കേസാക്കി. ഇതിനെ തുടർന്ന് ആൾക്കാർ കഞ്ചാവ് ചടക്കാരനെ അടിച്ചു. പക്ഷേ എന്നാലും അയാൾ വകവയ്ക്കത്തില്ല. എന്റെ വീട്ടിൽ ഇതിനെ തുടർന്ന് ഒരു സമാധാനമില്ല. ഇതിൽ നിന്നും ഈ മകന്റെ മനസ്സ് മാറി വിദേശത്ത് പോകാനുള്ള കൃപ നൽകി അനുഗ്രഹിക്കുന്നു ഞാൻ അപേക്ഷിക്കുന്നു. കൂടാതെ ഈ വലിയ സഭയിൽ മുടക്കം കൂടാതെ വരാൻ പ്രാർത്ഥിക്കുന്നു എന്ന് അപേക്ഷിക്കുന്നു. ഞങ്ങൾ വളരെ കാലമായി ദുഃഖങ്ങളും ദുരിതങ്ങളും അനുഭവിച്ചു വരികയാണ്. 25 വർഷത്തോളമായി ഞങ്ങൾ വാടക വീട്ടിലാണ് താമസിച്ചു വരുന്നത്. സ്വന്തമായ ഒരു വീടില്ലാത്തത് കൊണ്ട് ഞങ്ങൾ വളരെയധികം പ്രയാസപ്പെടുന്നു. അതുകൊണ്ട് സ്വന്തമായ ഒരു വീട് നൽകി അനുഗ്രഹിക്കണമെന്നും പരിസരമയോട് അപേക്ഷിക്കുന്നു. എന്റെ ഇളയ മകൻ ഒരു +1 വിദ്യാർത്ഥിയാണ്. അയാൾ കുറച്ചു കാലമായി പഠനത്തിൽ വളരെ മോശമാണ്. അയാൾക്ക് പഠിക്കുവാനുള്ള എല്ലാ കൃപാവരങ്ങളും നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്റെ മൂത്ത മകളുടെ ഭർത്താവ് വളരെ കാലമായി ഒരു അസുഖത്താൽ ദുഃഖിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തെ അലട്ടുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം നൽകണമേ എന്ന് മരിയസനമ്മയോട് താഴ്മയായി അപേക്ഷിക്കുന്നു. ഈ മക്കളുടെ അപേക്ഷയെല്ലാം നമുക്ക് പരിശുദ്ധ ദേവമാതാവിന്റെ വിമല ഹൃദയത്തിലേക്ക് സമർപ്പിക്കാം. അമ്മേ മാതാവേ, ഈ ഓരോ മക്കളുടെയും വിഷയങ്ങളിന്മേൽ ഈശോയുടെ കരുണയുണ്ടാകുവാൻ, ഇവരുടെ വേദനയിലേക്ക്, ഇവരുടെ ദുഃഖങ്ങളിലേക്ക്, ഇവരുടെ തകർച്ചയിലേക്ക് അമ്മേ ഈശോയുടെ ആ വലിയ കൃപ ചൊരിഞ്ഞ് മക്കളെ അനുഗ്രഹിച്ച് സമാധാനത്തിന്റെ സന്തോഷത്തിന് മക്കളായി തീരുവാൻ അമ്മ ഈ മക്കൾക്കായ അഭിനന്ദനത്തിൽ കൊണ്ടാണ് പ്രാർത്ഥിക്കണമേ. മൂന്നാം ദിവരഹസ്യം